ദൈവം ചെയ്യുന്നത് സത്യമാണ്. ക്രൈസ്തവ വിശ്വാസമാണ് സത്യം. രക്ഷിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. എന്നെങ്കിലും അവർ എന്നെ കൊല്ലും. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ പിന്തുടരുന്നത് നിർത്തില്ല. കാരണം അവൻ ഈ ശരീരത്തിൻ്റെ രക്ഷകനും ഈ ജീവിതത്തിൻ്റെ രക്ഷകനുമാണ്. നൈജീരിയക്കാരിയായ അഫോഡിയയുടെ വാക്കുകളാണിവ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് സർവവും യേശുവിൽ സമർപ്പിച്ച് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അഫോഡിയ എന്ന ഈ നൈജീരിയൻ യുവതി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കറും കോഴിക്കർഷകയുമായിരുന്ന അഫോഡിയയുടെ ഭർത്താവ് ഒരു പാസ്റ്ററായിരുന്നു. 5 കുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കൊച്ചു കൊച്ചു ദുഃഖങ്ങളും അതിലേറെ സന്തോഷങ്ങളുമൊക്കെയായി അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വർഷം 2014 ഒക്ടോബർ മാസം 29-ാം തീയതി. നേരം വെളുത്തിട്ടില്ല, പാതിരാത്രി സമയമാണ്. ആ ദിവസത്തെ അവരുൾപ്പെടുന്ന മുബി എന്ന പ്രദേശം വരവേറ്റത് അലർച്ചകളും കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ കൊണ്ടുമായിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീവ്രവാദ ഗ്രൂപ്പായി കണക്കാക്കിയിരുന്ന ബോക്കോ ഹറാം എന്ന തീവ്രവാദ ഗ്രൂപ്പ് അവരുടെ ആ പ്രദേശത്തെ ഒന്നടങ്കം ആക്രമിക്കുകയാണ്. ആളുകൾ പല വഴിക്ക് പരിഭ്രാന്തരായി ഓടുന്നു. ബോംബുകളും വെടിയൊച്ചകളും അതേ തുടർന്നുണ്ടാകുന്ന തീജ്വാലകളുമൊക്കെയായി മുബി കത്തി അമരുകയാണ്. ആ സമയം അഫോഡിയയും ഭർത്താവും തങ്ങളുടെ 5 കുട്ടികളെ തിരഞ്ഞ് പരക്കം പായുകയായിരുന്നു. തിരച്ചിലിനിടയിൽ അവർ തങ്ങളുടെ കാറിൽ കയറി. എന്നാൽ തീവ്രവാദ ഗ്രൂപ്പിലെ ചിലർ അവരുടെ മുന്നിലെത്തിയിരുന്നു. ആ സംഭവത്തെ അഫോഡിയ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഞങ്ങളെ തടഞ്ഞു, ഞങ്ങളോട് കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങളൊരു മുസ്ലിമാണോ അതോ അവിശ്വാസിയാണോ? ഞാൻ അവിശ്വാസിയല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. റോഡിന്റെ വലതുവശത്തേക്ക് തിരിയാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം ചെയ്തു. ഉടനെ അദ്ദേഹം പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ നോക്കി നിൽക്കുകയാണ് തീവ്രവാദികൾ ഭർത്താവിൻ്റെ തലയിൽ 5 തവണ വെടിയുതിർത്തത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം തീവ്രവാദികൾ അഫോഡിയയിലേക്ക് തിരിയുകയാണ്. അതേ ചോദ്യങ്ങൾ അവളോട് ചോദിക്കുകയും ചെയ്തു. അവർ എന്നെ എങ്ങനെ കൊല്ലുമെന്ന് കാണാൻ ഞാൻ ഭയപ്പെട്ടു. ഞാൻ കണ്ണുകൾ അടച്ചു. ഞാൻ എൻ്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഇന്ന് എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ആ സമയത്ത് മറുവശത്ത് നിന്ന് ആരോ പറയുന്നത് കേട്ടു, ഇത് നിർത്തൂ, ഈ സ്ത്രീയെ കൊല്ലാൻ നിന്നോട് ആരാണ് ആവശ്യപ്പെട്ടത്? അവളെ വെറുതെ വിടൂ. അതിശയകരമെന്ന് പറയട്ടെ, ആക്രമണകാരികൾ അഫോഡിയെ അവളുടെ കാറുമായി പോകാൻ അനുവദിച്ചു. താമസിയാതെ അവൾ തൻ്റെ ഇളയ കുട്ടിയെ കണ്ടെത്തി. പിന്നീട് 2 പേരും കാർ ഉപേക്ഷിച്ച് മലമുകളിലേക്ക് രക്ഷപ്പെട്ടു. ഒടുവിൽ അവരെ തലസ്ഥാനത്തേക്ക് മാറ്റി. അവിടെ അഫോഡിയ അവളുടെ മറ്റ് 4 മുതിർന്ന കുട്ടികളുമായി വീണ്ടും ഒന്നിച്ചു. നഗരം സർക്കാർ മോചിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മാസത്തിന് ശേഷം അവൾ മുബിയിലേക്ക് മടങ്ങി. എന്നാൽ മുബിയിലെ താമസക്കാരിൽ പലരും ആക്രമണത്തിന് ശേഷം തിരികെ വന്നിട്ടില്ലായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ. ഞാനായിരുന്നില്ല, ഞാനൊരു ഭ്രാന്തിയെ പോലെ നടക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓപ്പൺ ഡോർസ് ഗ്രൂപ്പ് അഫോഡിയെ മാനസികാരോഗ്യ ചികിത്സയ്ക്ക് സഹായിച്ചു. ആക്രമണത്തെ തുടർന്ന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതിനാൽ അവർ സാമ്പത്തിക സഹായവും നൽകി. ഇന്ന് താൻ കടന്നുപോയ വലിയ സഹനങ്ങൾക്കിടയിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് അഫോഡിയ. ആഫ്രിക്കയിൽ നിരവധി ക്രൂരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. പീഡനങ്ങൾ കുറവുള്ള ക്രിസ്ത്യാനികൾ ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവരെ വിടുവിക്കട്ടെ. ദൈവം അവരെ കാണുകയും അവരെ രക്ഷിക്കുകയും ചെയ്യും. ജീവൻ നൽകുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ലെന്ന സത്യമാണ് എനിക്ക് ധൈര്യം പകരുന്നത്. ക്രിസ്തു വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ഭർത്താവിനെ കൊന്നവർക്ക് വേണ്ടി താൻ ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നുവെന്നും നൈജീരിയയിൽ ശക്തമായി വേരൂന്നിയിരിക്കുന്ന ബോക്കോ ഹറാമിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഫോഡിയ പറയുന്നു. ഇന്ന് അനേകർക്ക് മുന്നിൽ ഈശോയെ പ്രഘോഷിക്കുകയാണ് ഈ നൈജീരിയൻ യുവതി.